ബിഗ് ബോസ് മലയാളം സീസൺ 7. എന്തായാലും ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ലാലേട്ടൻ ഷാനവാസിനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. എന്തായാലും ഷാനവാസ് അത് കേൾക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ കേൾക്കേണ്ട ഒരാൾ മറുവശത്തും ഉണ്ട്, ഈ പറയുന്ന ബിന്നി. ആ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ലാലേട്ടൻ എല്ലാ കുറ്റങ്ങളും ഒരുമിച്ച് ഷാനവാസിലേക്ക് തന്നെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഷാനവാസിന്റെ ഗെയിം മാറാൻ ഇത് നല്ലതാണ്. മിക്കവാറും ഷാനവാസിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഷാനവാസ് വീട്ടുകാരെയൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരുടെ. അത് നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞാൽ, ഇങ്ങോട്ട് വീട്ടുകാരെ പറയുമ്പം നമ്മളാണേലും ആരാണേലും പ്രതികരിച്ചു പോകും. ലാലേട്ടൻ പറയുന്ന പോലെ, ലാലേട്ടൻ പറയുന്നത് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ പ്രതികരിക്കുമോ എന്നുള്ളതാണ്. എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ചു തന്തയ്ക്ക് വിളിക്കും. അതിപ്പം ആരാണെന്ന് പറഞ്ഞാലും ഞാൻ വിളിക്കും. ഈ ലാലേട്ടൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലാലേട്ടൻ അങ്ങനെയാണ് എനിക്ക് അത് പറയുന്നത് കേട്ടത്. എന്തായാലും ഷാനവാസിന്റെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ, ഒന്ന് മാറാൻ ഇത് നല്ലത് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ബിഗ് ബോസും ഉദ്ദേശിച്ചത്. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഷാനവാസ് പോകാതിരിക്കാൻ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഷാനവാസ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാനവാസിന്റെ ഗെയിം അങ്ങനെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് ക്ലൂ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ഷാനവാസ് മാത്രമല്ല, അവിടെയുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. ഷാനവാസും ആ ഒരു കുരുക്കിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും ആ കുരുക്കിൽ നിന്ന് ഒന്ന് അയഞ്ഞു വരാൻ ചിലപ്പോൾ ഇത് സഹായിച്ചേക്കാം. എന്തായാലും ഞാൻ ആ പ്രൊമോ ഒന്ന് ഇവിടെ കേൾപ്പിക്കാം. കാണിക്കാൻ പറ്റത്തില്ല, എന്നാൽ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഷാനവാസ് പറയുന്ന രീതി ഇതിനെ കുറിച്ച് വേണമെങ്കിൽ മാറ്റി പറയാം. അല്ലാതെ വീട്ടിലുള്ളവരെ പേപ്പർ അല്ലെങ്കിൽ നിന്റെ കെട്ടി അതൊക്കെ മാറ്റിയിട്ട് വേറെ കുറച്ച് റിലേഷൻസിനെ ഒരിക്കലും ഷാനവാസ് ഒന്ന് മാറ്റി പിടിക്കുക. എന്താന്ന് വെച്ചാൽ വീട്ടുകാരെ പറയുന്നതിന് പകരം സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ വിളിക്കുന്നത് പോലെ ഒക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത്. ലാലേട്ടൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഷാനവാസ് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബിന്നിയുടെ വിഷയമാണെങ്കിൽ, ഇവിടെ സംസാരിക്കുന്നത് ബിന്നിയുടെ വിഷയമാണ് എന്നുണ്ടെങ്കിൽ ബിന്നിയാണ് ഇതിന് ആദ്യമേ തുടക്കം ഇടുന്നത്. ഞാൻ കണ്ടതാണ് ആ ലൈവ്, നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുക, എപ്പിസോഡും കണ്ടിരിക്കുക. അതിനകത്ത് ബിന്നിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, നിന്റെ വീട്ടിലുള്ളവരടുത്ത് നീ പറയുന്ന പോലെ നീ ഇങ്ങോട്ട് വന്നിട്ട് നീ കൂടുതൽ ആക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ, നിന്റെ പെണ്ണുമ്പിള്ളയോട് നീ കാണിക്കുന്നത് പോലെ നീ ഇങ്ങോട്ട് കാണിക്കാൻ നിൽക്കണ്ട എന്നുള്ളത്. അത് കേട്ടപ്പം ഉറപ്പായിട്ടും ഷാനവാസ് തിരിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരായാലും പ്രതികരിക്കും. എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. ലാലേട്ടനെ പോലെ ഗാന്ധിസം കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ഗാന്ധിജി ആകുന്ന പോലെ എനിക്ക് തോന്നി. ലാലേട്ടന്റെ ഇവിടുത്തെ പ്രൊമോ വന്നപ്പോ എനിക്ക് ലാൽ ഗാന്ധി ആയെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ പാത പിന്തുടരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുമൊന്നുമല്ല. ഷാനവാസ് അങ്ങനെയുള്ള ആ മൈൻഡിൽ അത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായാലും അങ്ങോട്ട് പറയും. പക്ഷെ പറയുമ്പോൾ കുറച്ചൊക്കെ മിതത്വം പാലിക്കണം. ഒരാൾ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണം എന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ എത്രയോ അതിനും പ്രായമായ ഒരാളാണ്, ഫാമിലി ഉള്ള ഒരാളാണ്, ജീവിതം കണ്ട ഒരാളാണ്. അപ്പൊ ഷാനവാസ് വീട്ടിലിങ്ങനെയാണോ? ഷാനവാസ് ഒരുപാട് ജീവിതം കണ്ട ആളാണ്, ഒരുപാട് പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ഷാനവാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. വീട്ടുകാരെ പറയുമ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെക്കാൾ ചെറുതോ വലുതോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മറുപടി പറയുന്നത്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും. അതിന് വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, പ്രായ വ്യത്യാസം ഒന്നും ആരും നോക്കാറില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കുക. നിങ്ങളിപ്പോ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കാം, കൂടിയവരായിരിക്കാം. ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള രീതികളിൽ സംസാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? അതുപോലെ തന്നെ ഉള്ളൂ. നമ്മൾ തിരിച്ചു പറയും. നമ്മുടെ വീട്ടുകാരെ പറഞ്ഞാൽ നമ്മൾ പറയും. ലാലേട്ടൻ പറയത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ പറയും. അപ്പൊ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇത്? ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, ഷാനവാസ് ഇങ്ങോട്ട് തന്നെ പറയാതെ തന്നെ പലരെയും വീട്ടുകാരെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനൊക്കെ ലാലേട്ടന്റെ വായിന്ന് കേട്ടിട്ടുമുണ്ട്. പല പ്രാവശ്യവും ലാലേട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയരുത്, സംസാരിക്കരുത് എന്നുള്ളത്. പക്ഷെ കൂടുതലും ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്കാരാണ് ഷാനവാസിനെ ട്രിഗർ ചെയ്ത് വീട്ടുകാരെ എടുത്ത് അതിനകത്തേക്ക് ഇടുന്നത്. എന്തു പറഞ്ഞാലും വീട്ടിലുള്ളവർ നീ കാണിക്കുന്ന പോലെ ഇവിടെ കാണിക്കരുത്, നീ ഒരു അമ്മാവൻ സ്റ്റൈലാണ്, ഒരു 90s കിഡ്സ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനെ പറഞ്ഞിട്ട് വീട്ടിൽ ഇതാണോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസിനോട് വഴക്കിന് പോകുന്നത്. ഷാനവാസിനോട് അങ്ങനെ പോകുമ്പോൾ ഷാനവാസ് തിരിച്ചു പറയും. ഇവിടെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാനായാലും തിരിച്ചു പറയും, എന്റെ വീട്ടുകാർക്ക് പറഞ്ഞാൽ ഞാനായാലും തിരിച്ചു പറയും. അല്ലാതെ അവിടുന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നിങ്ങളെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വിളിക്കുമോ? അത് നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ വിളിക്കത്തില്ലായിരിക്കും. എനിക്ക് ആ പ്രൊമോ കണ്ടത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ലാലേട്ടൻ ചിലപ്പം മനസ്കനായിരിക്കാം. എന്നുവെച്ചാൽ ലാലേട്ടന്റെ വീട്ടുകാരെയോ ലാലേട്ടന്റെ വീട്ടിലിരിക്കുന്നവരെയോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ പ്രതികരിക്കത്തില്ലായിരിക്കും. മിണ്ടായിരുന്നു മോനെ, നിനക്ക് എന്നേക്കാൾ പ്രായം കുറവാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കാം. പക്ഷെ നമ്മളാരും, എന്റെ ക്യാരക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ പറയാതിരിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ തന്നെ ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ചെറുക്കനെ
അവന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലെങ്കിൽ വീട്ടുകാരെയോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ പറയുകയല്ല ചെയ്യുന്നത്, പ്രവർത്തിക്കുക ചെയ്യുന്ന ഓരോരുത്തർ. നമ്മൾ ഓരോ ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഷാനവാസിന്റെ കയ്യിൽ തെറ്റുണ്ട്. ഉറപ്പായിട്ടും ഷാനവാസ് ഇവിടെ നല്ല പിള്ളയൊന്നും അല്ല, തെറ്റുണ്ട്. പക്ഷെ ആ തെറ്റ് ഷാനവാസിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ബിന്നിയിൽ കൂടി ചൂണ്ടിക്കാണിക്കണം. ഇനി ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇനി ചിലപ്പോൾ ബിന്നിയെ വെളുപ്പിക്കാനൊക്കെ നോക്കും. ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ബിന്നിയെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇവിടെ ജിസേലിനെ ഔട്ടാക്കിയത് തന്നെ. എന്ന് വെച്ചാൽ ഇനി ബിന്നിയാണ് അവരുടെ ലക്ഷ്യം. ബിന്നിയെ അങ്ങനെ ഒരു ടോപ്പ് 5 എത്തിക്കണം. പ്രോഡക്റ്റ് നമുക്കറിയാം, ഇവരൊക്കെ ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റുകളാണ്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. എല്ലാ സീസണുകളിലും ശ്രമിക്കാറുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പം പിന്നെയും ഈ പറയുന്ന പോലെ ലക്ഷ്മിയൊക്കെ കളിക്കുന്ന കളി എന്താണ്? എല്ലാം പുരുഷ വിരോധം വെച്ചുള്ള കളിയാണ്. എന്നിട്ട് വനിതാ കാർഡ് എടുക്കുന്നു, ഇതൊക്കെയാണ്. എല്ലാ കാർഡുകളും ഞാൻ വലിച്ചു കീറി ലാലേട്ടൻ. ഇനി ആ കാർഡിനെ കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അവിടെ വനിതാ കാർഡ് എടുത്ത് കളിച്ചിട്ടുണ്ട് രണ്ടുപേര്. ആ വനിതാ കാർഡിനെ കുറിച്ച് സംസാരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ലാലേട്ടൻ പല സമയത്ത് പല സ്വഭാവമാണ്, പല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി ക്രൂ പറഞ്ഞു കൊടുക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു നിലപാടില്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ടനെയാണ്. ഇതിനകത്ത് ഒരാഴ്ച വന്നിട്ട് പറയും, നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ്, നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല, അടിയുണ്ടാക്കാൻ പാടില്ല, ഗാന്ധി മാർഗത്തിൽ കൂടി തന്നെ ഗെയിം കളിക്കണം എന്ന് പറയും. പിറ്റേ ദിവസം വന്നിട്ട് ഗാന്ധി മാർഗത്തിൽ അവിടെ ആരെങ്കിലും ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പറയും, നിങ്ങൾ ഗെയിം ഒന്നും കളിക്കുന്നില്ലല്ലോ, ഇങ്ങനെയാണോ നിങ്ങൾ ഗെയിം കളിക്കുന്നത്? അപ്പൊ പല കാര്യങ്ങളും ലാലേട്ടൻ മാറ്റി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാലേട്ടന്റെ പല വാക്കുകളും ലാലേട്ടൻ തന്നെ മാറ്റുന്നുണ്ട്. ഇപ്പൊ ഈ പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഷാനവാസിന്റെ PR അനുമോളുടെ PR അനീഷിന്റെ PR ഒരാളുടെയും PR എടുക്കേണ്ട ഗതികേടും വന്നിട്ടില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ പറയും. അതിന് നിങ്ങൾ ഇപ്പൊ എന്നെ PR ആക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ചാനലുകൾ ഒരുപാട് പേരുണ്ട് നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നത്, അവരെയും ഒരുപാട് പേര് PR ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ അറിയാം, 1-2 കണ്ടസ്റ്റൻസിനാണ് ഏറ്റവും കൂടുതൽ PR വർക്ക് ഇപ്പൊ നടക്കുന്നത്. PR വർക്ക് എന്ന് പറഞ്ഞാൽ പീക്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ PRകൾ ഇറങ്ങി കളിക്കുന്നത്. ഇത്രമാത്രം PRകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ ബിഗ് ബോസിലേക്ക് വരുമെന്ന ഒരു ഊഹം ഉള്ളപ്പോഴേ ഈ PRകൾ ഇവരെ കാണുകയും ഇവരെ ഒരു എമൗണ്ട് വെച്ച് പറയുകയും അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോ ദിവസം ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഇന്ന് ഇത്രയും രൂപ PR വർക്കേഴ്സിന് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഇത്രയും രൂപ നിങ്ങൾക്ക് തന്നേക്കാം, കപ്പടിച്ചാൽ ഇത്രയും തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഏജൻസി പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്കിത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഒരു ഏജൻസി പോലെയൊക്കെ ഈ PR വർക്കേഴ്സിന്റെ ടീം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഏത് നെഗറ്റീവ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് താഴെ വന്ന് പോസിറ്റീവ് കമന്റ് കളയും. എന്തായാലും ഷാനവാസിന് ഇന്ന് അത്യാവശ്യമായിരുന്നു ഈ കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലെ ഞാൻ പറയുന്നത് ബിന്നിക്കും അതുപോലെ തന്നെ പറയണം എന്നുള്ളതാണ്. ബിന്നിയും പല പ്രാവശ്യവും വീട്ടുകാരെ പറയുന്നുണ്ട്. ഓക്കെ, വീട്ടിലിരിക്കുന്നവരെ എടുത്തിടുന്നത് ബിന്നിയാണ് ഈ കേസ് കെട്ടിൽ. അതുപോലെ തന്നെ ഒന്നും അറിയാതെ അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ വന്നിട്ടാണ് അവിടെ ലക്ഷ്മി സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ലക്ഷ്മിയും ബിന്നിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാനവാസിനെ എടുത്തിട്ട് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഷാനവാസിന് ഇങ്ങനെ ഒരു ഷോക്ക് നല്ലതാണ്. എന്തായാലും ഈ കളിയിലെ പഴയ പോലെ ഗെയിമിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ലാലേട്ടൻ ഈ പറഞ്ഞത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസ് പഴയ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയാതെ പക്ഷേ ഗെയിമിലേക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരും. അത് ഷാനവാസിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കും. എത്ര ഹൈപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഈ PR വർക്കേഴ്സിന്റെ മുന്നിൽ ഷാനവാസിനൊക്കെ പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ഞാൻ ഈ ഷാനവാസിനെ അധികം PR വർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് 1-2 ഇൻസ്റ്റാഗ്രാമിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേജുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ ഇവര് അനിയന്മാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നും വന്നിട്ട് ഷാനവാസ് അങ്ങനെയാണ്, ഷാനവാസ് ഇങ്ങനെ വോട്ട് ചെയ്യൂ, അങ്ങനെ വോട്ട് ചെയ്യും, ഇതൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ആരും വന്ന് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും കണ്ടോണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്നത്തെ പ്രൊമോ ഇതാണ്. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ഇനി ഗാന്ധിസമാണോ ഇനി ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.